പലരും ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന വലിയ മിസ്റ്റേക്കുകൾ. ഇങ്ങനെ ത്രോട്ടിൽ ബോഡി ഇങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരാൻ സാധ്യതയുള്ളൊരു കംപ്ലൈൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ത്രോട്ടിൽ ബോഡി ചുമ്മാ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ഒരു ക്ലീനർ നേരെ ഇങ്ങനെ അടിച്ചു പിടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത്? നമ്മൾ ഒരു രീതിക്ക് അവിടെ അഴിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചതെന്നൊരു ചോദ്യം വന്നാൽ, 4 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി ഇനി ഞാൻ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നില്ല, പുറത്തെവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം, അങ്ങനെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ വാഹനത്തിൽ ജെർക്കിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? അതായത് നോർമലി വാഹനം ഐഡ്ലിങ്ങിൽ ഇട്ടിരിക്കുന്ന സമയത്ത് വാഹനം ചുമ്മാ കിടന്ന് ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നൊരു പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു പ്രശ്നത്തിലോട്ട് വരുമ്പോൾ ആദ്യമേ ത്രോട്ടിൽ ബോഡി ക്ലീനിങ്ങിലോട്ട് ഓടി വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഞാനത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുക, ത്രോട്ടിൽ ബോഡി കാലിബ്രേഷൻ ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ത്രോട്ടിൽ ബോഡി ക്ലീനിങ്. പക്ഷേ പലരും ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന വലിയ മിസ്റ്റേക്കുകളാണ് ഞാനിവിടെ വളരെ വൃത്തിയായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും എങ്ങനെ വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. അപ്പോൾ ദേ ഈ കാണുന്നതാണ് ഒരു ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പലരും ചെയ്യുന്ന തെറ്റായ രീതികളിലൊന്നാണ് നമ്മളിന്നിപ്പോൾ മാറ്റാൻ പോകുന്നത്. അതായത് ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി അഴിച്ച് ക്ലീൻ ചെയ്യുന്ന പ്രശ്നങ്ങൾ പലരും ചെയ്യാറുണ്ട്. ഇനി അതല്ല, ക്ലീൻ ചെയ്തതിന് ശേഷം ഓവറായിട്ട് RPM നിൽക്കുന്നു, അല്ലെങ്കിൽ വാഹനം പിന്നെ റേസ് ചെയ്തിട്ട്, അതായത് ആക്സിലറേറ്റ് ചെയ്തിട്ട് റെസ്പോൺസ് ഇല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഈ എയർ ഫിൽറ്ററിൻ്റെ കേസ് ഒന്ന് അഴിച്ചു മാറ്റാം. എയർ ഫിൽറ്ററിൻ്റെ കേസ് ഞാനിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അഴിക്കാൻ പോകുന്ന ഈ ഒരു ഇൻടേക്ക് ലൈനാണ്. ഈ ഒരു ലൈൻ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ, ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഊരി പുറത്തോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കേ, അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ ഏകദേശം 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7 വർഷമായ വാഹനമാണ്. ആദ്യമായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഒരു ത്രോട്ടിൽ ബോഡി നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ ത്രോട്ടിൽ ബോഡിയുടെ അവസ്ഥ നിങ്ങൾക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിനകത്തുള്ള അവസ്ഥ ഇങ്ങനെയാണ്. അത്യാവശ്യം കാർബണിൻ്റെ ഡെപ്പോസിറ്റൊക്കെ സൈഡിലുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിലൊന്നും പ്രസ് ചെയ്യുന്നില്ല. ഇത് ഒരു കാരണവശാലും ഈ ബട്ടർഫ്ലൈ വാൽവൊന്നും ചുമ്മാ പ്രസ് ചെയ്യരുത്, പണി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. കണ്ടോ, കാർബണിൻ്റെ അംശം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ ആ കാർബൺ ഡെപ്പോസിറ്റ് കളയാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഈ മോട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇവിടെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്, ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ മോട്ടർ അസംബ്ലി വരുന്നത്. പക്ഷേ ഇങ്ങനെ പ്രസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോട്ടറിന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതയും അതിനകത്ത് വരുന്ന തീത്തിനും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും, ഇതിന് പ്രോഗ്രാമിന് ഡിഫറൻസ് വരാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ പരിപാടി ഞാൻ പറഞ്ഞുതരാം. ഒരു കോട്ടൺ വേസ്റ്റ് എടുക്കുക. അതൊന്നെങ്കിൽ കോട്ടൺ വേസ്റ്റ് എടുക്കാം, ഒരു കോട്ടൻ്റെ ഏതെങ്കിലും ഒരു തുണി എടുക്കാം. അതിലോട്ട് ത്രോട്ടിൽ ബോഡി ക്ലീനർ നമുക്ക് പല കമ്പനീസിൻ്റെ മേടിക്കാൻ കിട്ടും. ഏത് കമ്പനിയുടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കുക. എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. വാഹനത്തിനകത്തോട്ട് ഒരാളെ ഇരുത്തുക, ഇഗ്നിഷൻ ഓൺ ആക്കുക, അവരെടുത്ത് ആക്സിലറേറ്റർ ഫുൾ അപ്ലൈ ചെയ്യാൻ പറയുക. അതായത് ആക്സിലറേറ്റർ ഫുൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ ബോഡി ഓപ്പൺ ആവും. നമുക്ക് ആ കിട്ടുന്ന ഗ്യാപ്പ് കൊണ്ട് ഇത് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. ഞാനൊന്ന് കാണിച്ചു തരാം. ഒക്കെയാണ്, ചവിട്ടിക്കോ. എന്നിട്ട് ഞാനിതിങ്ങനെ തുടച്ചെടുക്കുക. ഇതിൻ്റെ കാർബണിൻ്റെ കണ്ടന്റ് നോക്കിയാണ്. ഓ, നല്ല കട്ട കാർബൺ ആയിരിക്കുന്നു. കണ്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ത്രോട്ടിൽ ബോഡി ചുമ്മാ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത്. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ആക്സിലറേറ്റർ പതുക്കെ കൊടുത്തേ, പതുക്കെ. ഓക്കെ, ഇപ്പം നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു. ഇനി ആക്സിലറേറ്റർ ഒന്ന് കാലെടുത്തേ, ക്ലോസ് ഒന്നുകൂടെ കൊടുത്തേ. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാലെടുത്തേ, കാല് കൊടുത്തേ, കാലെടുത്തേ.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും ചെയ്യുന്ന കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ ഒരു ക്ലീനർ നേരെ ഇങ്ങനെ അടിച്ചു പിടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ചെറിയ രീതിക്കുള്ള ഓയിലിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ത്രോട്ടിൽ ബോഡി വഴി താഴെ ഇറങ്ങുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ബ്ലോ ബൈ ഗ്യാസ് തിരിച്ചു പോകുന്നതാണ്. അതായത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ എസ്കേപ്പ് ആയി പോകുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്നൊക്കെ പറയും, അഥവാ ബ്ലോ ബൈ ഗ്യാസ് എന്നും പറയും. ബ്ലോ ബൈ ഗ്യാസ് നേരെ ചെല്ലുന്ന ത്രോട്ടിൽ ബോഡിക്ക് അകത്തൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെറിയ ഓയിലിൻ്റെയൊക്കെ പ്രസൻസ് കാണും. ആ ഒരു ഓയിലിൻ്റെ അംശം കാരണമാണ് ഈ ത്രോട്ടിൽ ബോഡിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റും അല്ലെങ്കിൽ ആ ഒരു അടവും ബാക്ക് ഫയറിൻ്റെ ഒക്കെ കൂടെ കൂടിയിട്ടാണ് അവിടെ കാർബൺ അടിയുന്നതിൻ്റെ പ്രധാന കാര്യം. ആ കാർബണാണ് നമ്മളിത് ഈ കണ്ടത്. ഓക്കെ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നവർ വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പിന്നെ ഈ ഒരു കാര്യം അങ്ങനെ അധികം നോക്കുന്നില്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ശ്രദ്ധിക്കാതിരിക്കരുത്. അങ്ങനെ വന്നാലും പ്രത്യേകിച്ച് ഒരു 3 സിലിണ്ടർ വാഹനത്തിനൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 4 സിലിണ്ടർ വാഹനത്തിന് അത്രയും പ്രശ്നം നമുക്ക് വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 4 സിലിണ്ടേഴ്സ് ഉള്ളതുകൊണ്ട് വൈബ്രേഷൻസ് ഒട്ടും തന്നെ ഉണ്ടാകുന്നതായിരിക്കത്തില്ല, നമ്മളത് അറിയത്തുമില്ല. അതൊരു കാര്യം. അതിൽ പിന്നെ കൂടിക്കഴിയും മിസ്സിംഗ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് അഴിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് അഴിച്ചാൽ പോലും നിങ്ങളത് പ്രസ് ചെയ്ത് ഒരു കാരണവശാലും ഓപ്പൺ ചെയ്യരുത്. ഇലക്ട്രോണിക് രീതിയിൽ തന്നെ കീ ഓൺ ചെയ്ത് വേണം ക്ലീൻ ചെയ്യേണ്ടത്. അല്ലാതെ ഊരിയെടുത്ത് പുറത്ത് വെച്ച് പ്രസ് ചെയ്തൊക്കെ തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടുന്ന വഴി അറിയില്ല. അതൊന്ന് ഓർത്തോണം. ഇത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ത്രോട്ടിൽ ബോഡി അഴിക്കുക, അതുപോലെ തന്നെ ഈ മാനിഫോൾഡ് ഫുൾ അഴിച്ചെടുത്തേച്ചും മാനിഫോൾഡിനകത്തും ചെറിയ രീതിക്കുള്ള ഈ കാർബണിൻ്റെ കണ്ടൻറ്റും ഓയിലിൻ്റെ അംശമുണ്ട്. അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല കിടുവാകും. ഓക്കെ, അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഏതായാലും എൻജിൻ സൈഡിലെ വൈബ്രേഷൻസ് കുറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഇനി ഉണ്ടോ എന്നൊക്കെയുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. ഞാൻ ഏതായാലും ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെ ത്രോട്ടിൽ ബോർഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ RPM നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1000 RPM താഴെ നിൽക്കേണ്ട സ്ഥാനത്ത് ഇപ്പം 1000-ന് മേളിലാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാമിംഗ് ഔട്ടായി പോയിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരും. ഇതിന് വേണ്ടി സെപ്പറേറ്റ് പ്രോഗ്രാമിംഗ് അവൈലബിൾ ആണ്. ആ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മളൊരു പണി ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ ലാഭം നോക്കി സ്വന്തമായിട്ട് ഇങ്ങനത്തെ പരിപാടി, അതായത് എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കുക, പണി കിട്ടുന്ന വഴി അറിയത്തില്ല. ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുള്ളവരൊന്ന് മെസ്സേജ് ഇടാം. വേറൊന്നും കൊണ്ടല്ല, പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നൊരു കാര്യമാണ്, രാകേഷേ ഞാൻ ത്രോട്ടിൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്തു, എനിക്ക് RPM ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇതാണ്, നേരെ ഷോറൂമിലോട്ട് പോക്കോ, അവരത് പ്രോഗ്രാമിംഗ് ചെയ്തു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്താൽ പ്രശ്നം തീരും. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. നേരെ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്ന സമയത്ത് അവരോട് തന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ പറയുക. അങ്ങനെ നമ്മുടെ ECMൻ്റെ പ്രോഗ്രാമിംഗ് അഥവാ നമ്മുടെ ത്രോട്ടിൽ ബോഡിയുടെ പ്രോഗ്രാമിംഗ് കഴിഞ്ഞപ്പോഴേക്കും RPM കൃത്യമായി. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു കംപ്ലൈൻറ്റ് ഫുള്ള് തീർന്നിരിക്കുകയാണ്. എങ്ങനെ തീർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ത്രോട്ടിൽ ബോഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം തീർന്നു. ഇനി കുറച്ച് പേർക്ക് സംശയം തോന്നുമായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത്? നമ്മൾ ഒരു രീതിക്ക് അവിടെ അഴിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു കംപ്ലൈൻറ്റ് സംഭവിച്ചതെന്നൊരു ചോദ്യം വന്നാൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ത്രോട്ടിൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ കാർബൺ ഡെപ്പോസിറ്റ്, അതായത് നമ്മുടെ ഈ ത്രോട്ടിൽ ബോഡിയിൽ ഈ ബട്ടർഫ്ലൈ വാൽവ് ഫുള്ള് ക്ലോസ് ആകുന്നില്ലായിരുന്നു. കാരണം ഈ കാർബൺ ഡെപ്പോസിറ്റ് കാരണം കുറച്ച് പൊങ്ങിയാണ് നിന്നത്. ഇത്ര നാൾ കൊണ്ട് ECM മനസ്സിലാക്കി വെച്ചൊരു രീതി വെച്ച് അതൊരല്പം പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇപ്പം എന്താണ് സംഭവിച്ചത്? കാർബൺ പോയപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയ സമയത്ത് ECMന് കൺഫ്യൂഷനായി, ഇതിപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണമാണ് ഈ ഒരു ഫ്ലക്ച്വേഷൻ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്? പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞപ്പം വളരെ കൃത്യമായിട്ട് ECMന് മനസ്സിലായിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു വാഹനം ഏകദേശം 7 വർഷമായിട്ടുണ്ട്. ഇതിൻ്റെ ECMൻ്റെ പ്രോഗ്രാമിംഗ്, അതായത് ഇതിൻ്റെ ഒരു ECMൻ്റെ പുതിയ വർഷം വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രോഗ്രാമിങ്ങും ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ചെയ്യുന്നൊരു കാര്യം, 4 വർഷമായി അല്ലെങ്കിൽ 5 വർഷമായി, ഇനി ഞാൻ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നില്ല, പുറത്തെവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം, അങ്ങനെ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇതിനൊക്കെ പുതിയ പ്രോഗ്രാമിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അറിയാൻ സാധിക്കുന്നത്? കാരണം ഈ ഒരു സെലീറിയോയുടെ ECM പ്രോഗ്രാമിങ് ചെയ്തപ്പോഴേക്കും കുറേയേറെ കാര്യങ്ങൾ, കാരണം നമ്മളിപ്പോൾ ഫോൺ എന്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോണിൻ്റെ ഓരോ പ്രോഗ്രാംസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പുതിയ പുതിയ ഫീച്ചേഴ്സ് വരും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാറ്റം വരും, ചില തെറ്റുകൾ ശരിയാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വാഹനത്തിനും സംഭവിക്കുന്നത് കൃത്യമായിട്ടുള്ള രീതിക്ക് അതിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ആരും മറക്കരുത്.